കോക്കു ബക്സ്. അപ്പം നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ട് എൻ്റെ പൊന്നു. ഞാനാണെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എന്തിനാ നൊയന്ന് കയറുന്നതെന്ന് മനസ്സിലായില്ലേ. ഞാനാണെങ്കിൽ ഇപ്പം ഈ ഒരു എപ്പിസോഡാണെങ്കിൽ നമ്മളുടെ സീസൺ 1 ഓഫ് പുവർ ടു റിച്ച് ആണ്. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നൊരു കാർ എടുക്കാനാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് കളഞ്ഞപ്പോൾ ഇപ്പോൾ ആരും ഇവിടെ ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പം ചെറിയൊരു പിസ്റ്റൽ എനിക്ക് തന്നുണ്ട് എൻ്റെ കൂട്ടുകാരൻ. അവൻ്റെ പേര് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ അവനാണ് എനിക്ക് പിസ്റ്റൽ തന്നത്. പിന്നെ നമ്മുടെ ഓൾറെഡി ഒരു മിഷൻ ഗൺ ഉണ്ട്. മിഷൻ ഗൺ എടുത്തിട്ട് വെടി വെച്ചിട്ട് ശബ്ദം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പിസ്റ്റൽ എടുത്തുകൊണ്ട് എയിം ചെയ്ത് നിൽക്കുന്നത്. ഞാനിപ്പോൾ കയറിയ അലാം സെക്യൂരിറ്റി അടിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വെടി വെക്കുന്നത് ഇങ്ങോട്ട്. ഓക്കെ, വെടി വെച്ചു. ഞാൻ അലാം സെക്യൂരിറ്റി ഒന്നും അടിക്കില്ല. എനിക്ക് അതെങ്ങനെ അറിയാമെന്നല്ലേ, കാരണം ഇത് എൻ്റെ വീടാണ് മോനെ. പിന്നെ ഇത് എന്തെടുക്കും എന്തെടുക്കുമെന്നല്ല, എന്തെടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട്. എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാനല്ല ഇവിടെ ഇപ്പം നിലവിൽ താമസിക്കുന്ന ഞാൻ മറന്നുപോയി ആ പേര്, ആ സാധനത്തിൻ്റെ പേര്. നിലവിൽ താമസിക്കുന്ന ആളിൻ്റെ കയ്യിലൊരു വാച്ചുണ്ട്. അപ്പോൾ ആ വാച്ചിൽ ഞങ്ങളുടെ ക്രിമിനൽ റെക്കോർഡ്സ് എല്ലാം ഉണ്ട്. ഞങ്ങൾ തന്നെയല്ല, എൻ്റെയും അവൻ്റെയും ക്രിമിനൽ റെക്കോർഡ്സ് എൻ്റെ ഇല്ല കേട്ടോ, അവൻ്റെ ഉണ്ട്. പിന്നെ ഒരു പോലീസുകാരനാണ്. അപ്പം നമ്മുടെ GTA സാൻ ആൻഡ്രിയാസിലുള്ള ടെൻപിന്നി പോലെ ചെറിയ ഒരു പോലീസാണ് കേട്ടോ അത്. അപ്പം ഞാൻ നിലവിലാതെയാണ് നിലവിലാതെയാണ് കേട്ടോ. അലവിലാതി എന്ന് ഞാൻ പറയാൻ വന്നത്. അപ്പം നിലവിലാതെ ആണില്ല. അപ്പം അയാൾ ചെയ്ത കുറേ കൊലക്കുറ്റം ഞങ്ങളുടെ രണ്ടാളുടെയും മേലെ വീണ്ടും തലയിൽ കയറ്റി. അപ്പോൾ ആ പേര് ഞങ്ങൾ രണ്ടാളും രാജ്യദ്രോഹി എന്ന് പറഞ്ഞ മുദ്ര കുത്തിയേക്കുക. അപ്പം ഞങ്ങളാണെങ്കിൽ ആ ഒരു വാച്ച് തപ്പാ. ഇനി അവൻ ഏത് കടലിൽ പോയി പൂഴ്ത്തിയാവോ. ജിമ്മി നോക്കണ്ട, അവിടെ ഒന്നുമില്ല. എവിടെ പോയി ഇങ്ങ് പോച്ച്. കിട്ടി. പോണെങ്കിൽ എനിക്ക് വെഹിക്കിൾ എൻ്റെ കാറിൻ്റെ കിട്ടി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാറിൻ്റെ കീ എടുത്തിട്ട് പോകാമല്ലോ. എപ്പൊടി കാരണം എന്ന് വെച്ചാൽ കാർ എടുത്തിട്ട് പോകാമല്ലോ. എങ്ങനെയുണ്ട് ഈ വീഡിയോ? ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അപ്പം എപ്പിസോഡ് 4 ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഓഫ് പുവർ ടു റിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ പ്രീവിയസ് എപ്പിസോഡ്സ് കാണാത്തവർ നമ്മുടെ ചാനലുണ്ട്, പോയി ചെക്കൗട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു കുന്തും മനസ്സിലാവില്ല. അത് ഞാൻ സ്പോയിലർ ഇപ്പം തന്നെ ചെയ്തേക്കാം. ഇല്ലെങ്കിൽ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗായ്സ്. നിങ്ങളെ കളിയാക്കുമല്ലോ കേട്ടോ. ഇനി ഇതിലുള്ള എന്തെങ്കിലും മനസ്സിലാവണമെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കാണാം. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കാണാം. ആ എപ്പിസോഡ് മനസ്സിലായില്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കാണാം. ആ എപ്പിസോഡ് മനസ്സിലായില്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കാണാം. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തിനാ ഇങ്ങോട്ടാന്ന് വെച്ചാൽ പെട്രോൾ ഞെഹി, അതുകൊണ്ടാണ് ഈ പെട്രോൾ അടിക്കട്ടെ. പെട്രോൾ ആക്ച്വലി ഡീസലാണ്. ഓക്കെ, ഡീസൽ അടിച്ചു. AI ആണ് ഇവിടെ, AI ഈ പെട്രോൾ പമ്പ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫില്ലായി തരും. ബൈ ദോസ്തോ. അങ്കിള് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് കണ്ടുകൂടാ തന്നു. അങ്കിളെന്ന് വെച്ചാൽ ചേട്ടൻ. അമ്മ വണ്ടി കയറ്റി കോളി. നേരെ പോയിട്ട് ക്രാഷ് ലാൻഡ് ആണല്ലോ ചെയ്യുമ്പോൾ ചെയ്തത്. കുഴപ്പമില്ല, പോയിട്ട് എല്ലായിടത്തും നോക്കട്ടെ. എനിക്കൊന്ന് കുളിക്കണം.
അയ്യോ എടാ, ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ കയറാനാടെ കറക്റ്റായിട്ടൊന്ന് പാർക്ക് ചെയ്യാം, എന്നെങ്കിൽ ഇത് ചെയ്യാൻ പറ്റൂ. ഈ അമ്മ ഇതാണെങ്കിൽ വണ്ടി ചെക്കായി പോയോ? വണ്ടി ചെക്കായി പോയെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോവാൻ പോടാ, എടാ പോടാ. വണ്ടി ചെക്കായി തോന്നുന്നു ഗൈസ്. വണ്ടി ചെക്കായി ഉറപ്പാ. ഈശ്വര, ഞാൻ ഏതൊഴി പുറത്തിറങ്ങും? അയ്യോ അമ്മേ, ഞാൻ ഒന്നും കൂടി പിന്നെ ചെയ്ത് നോക്കട്ടെ. അവിടെ പോയി വണ്ടി നശിപ്പിക്കേണ്ടി വരുമോ? ഒരു മനസ്സില്ലാണ്ട് നശിപ്പിക്കുകയാണ് എൻ്റെ ഈ ഗണ്ണെടുത്തത്. എൻ്റെ വണ്ടിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. എടാ, ഇതാണെങ്കിൽ ഞാൻ ഒരു ഡിവൈസ് ഞാൻ കയറുന്ന എല്ലാ വണ്ടിയിലും വെച്ചിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ അത് കത്തിയിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ ഡിസപ്പയർ ആയി പോകും. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് പുറത്തിറങ്ങാമല്ലോ. ഡിസപ്പയർ എന്ന് വെച്ചാൽ മായനോ അയ്യോ എന്താണ്ടോ പറ്റി. പ്ലെയിനൊക്കെ എഴുതിയല്ലോ, പ്ലെയിൻ എന്താണ്ടൊക്കെയോ എഴുതി, ആണെങ്കിൽ നോക്കിയിട്ട് പോലില്ല അത്. അയ്യോ സാധനം മാറിക്കറി അതാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് പോലെയില്ല. എന്താ, നമുക്ക് ഈ ബുക്ക് നോക്കാം. ഈ ഫോൺ എൻ്റെ മീൻസ് പ്ലെയറിൻ്റെ ഫോണിൽ വന്ന കേട്ടോ, എൻ്റെ ഫോണിലല്ല. ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ രോഹിത് മച്ചാൻ രമേശിൻ്റെ ഫോണിൽ നിന്നാണ് വന്നത്. ഞാനാണെങ്കിൽ പറഞ്ഞപ്പോൾ മാറിപ്പോയി. നമുക്ക് മെഡിസിൻ കിട്ടും, ഇല്ലെങ്കിൽ താഴെ വീണാലേ ഒന്നും പറ്റില്ല. മെഡിസിൻ്റെ നമ്പർ ഏതായിരുന്നു? 929. അതാണ്. ഓക്കെ, നമ്മളങ്ങനെ മെഡിസിൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. പോലീസിൻ്റെ ആണോ? കേറടാ അമ്മീ. പട്ടേ ഇപ്പം എന്തെങ്കിലും അവൻ വിളിക്കുന്നു എന്നെ. എന്താടാ? എടാ, നീ വേഗം വീട്ടിൽ വന്നേ, പിന്നെ ആരും അവിടെ ഉണ്ടാവില്ലേ? ബെസ്റ്റ്, നീ അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ച ഞാൻ നിന്നെ വിളിച്ചേ. എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പിന്നെ ഉണ്ടല്ലോ, വീട്ടിൽ നിന്ന് നീ എത്തിയിട്ട് അരമണിക്കൂർ കഴിയണം. അല്ല, അരമണിക്കൂറല്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സിറ്റിയില്ലേ, ഞാനാണെങ്കിൽ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഒരു ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ ആണ്. അപ്പോൾ അടുത്ത സിറ്റി പോയിട്ട് ആ ബിൽഡിങ്ങിൽ നീ ഒന്ന് കയറണം. പക്ഷെ ഞാൻ എങ്ങനെ പോയതല്ലോ, കുറേ ലോങ് ഡ്രൈവ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാന്നോ? എടാ, എൻ്റെ വേറൊരു കൂട്ടുകാരനാണെങ്കിൽ എയർപോർട്ടിൽ പ്ലെയിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ആ പ്ലെയിനിൽ കയറിയിട്ട് നീ അങ്ങോട്ട് പൊക്കോ. ആ ലൊക്കേഷൻ റഡാറിൽ കൊടുത്തിട്ടുണ്ടാവും. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മെസ്സേജ് അയക്കാം, അപ്പോൾ നീ പോയാൽ മതി. ദൈവമേ, ഇനി എന്തൊക്കെ നടക്കുമോ ആവോ. ഈശ്വര. ഓക്കെ, ഫൈനലി വി കം ടു ഹിയർ ബ്രോ. ഓക്കെ, പോകുമ്പോൾ ഇവിടെയുള്ള എല്ലാ വെപ്പൻസും എടുത്തേക്കാം. ഓക്കെ, അവിടുന്ന് ഇങ്ങനെ കയറാനുള്ളൊരു സീക്രട്ട് വഴിയുണ്ട്. ഓക്കെ ഗൈസ്, ഞാനാണെങ്കിൽ ഇന്ന് വിശ്രമിക്കട്ടെ എന്ന് ഞാനാണെങ്കിൽ ഇവിടെ കിടക്കുവാണ്.
എടാ വന്ന് നീ പൊയ്ക്കോ അങ്ങോട്ട്. കിടക്കാൻ പോലും സമ്മതിച്ചില്ലല്ലേ. ശരി പോവാന്. അമ്മച്ചി ഇമ്മമ്മേ ഉമ്മേ അമ്മച്ചി എവിടെ പോയി? എൻ്റെ കാർ എവിടെ പോയി? ആ കാർ ഞാൻ അവിടെ എങ്ങാണ്ട് കളഞ്ഞു എന്ന് തോന്നുന്നു. ഇല്ല അത് അവിടെ ഉണ്ടല്ലോ. അതല്ലേ, അത് നമ്മളുടെ കാറല്ല. നമുക്ക് എന്തായാലും എയർപോർട്ടിൽ എന്തായാലും പോകണം, അത് അത്യാവശ്യമാണ്. കാരണം അവിടെ നിന്നാണ് ഞാൻ മിഷൻ ചെയ്യാൻ പോകുന്നത്. മിഷൻ ചെയ്യാൻ പോവണ്ണു. വണ്ടി ഭാഗ്യത്തിന് അവിടെ ഉണ്ട്. ഇതൊരുമാതിരി ആവേശത്തിലെ വണ്ടി പോലെ ഉണ്ട് കേട്ടോ. മറ്റേ ഇത് ബട്ട് പോലീസ് വണ്ടി വന്നേ ഉള്ളൂ. ചില്ലുണ്ടോ? ചില്ലില്ല. എന്നാണെങ്കിൽ ഇയറിങ് ഒന്ന് പഠിച്ചു കളഞ്ഞോട്ടെ ഗൈസ്. ഇത് പൊട്ടി, ഇത് പൊട്ടിയില്ലേ? പൊട്ടി. ഓക്കെ ഗൈസ്, ഞാനാണ് ഇപ്പോൾ കയറാൻ പോവാണ്. നീ നടക്കോ ആവോ? അവനെ ഞാൻ ഒന്ന് വിളിക്കട്ടെ. എടാ, ആ ബിൽഡിങ്ങിൽ കയറിയിട്ട് എന്താ ചെയ്യണ്ടേ? ആ റൂഫ് ടോപ്പിൽ ഒരു കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടറിലുള്ള സകല ഡീറ്റെയിൽസ് നീ ഹാക്ക് ചെയ്തിട്ട് നീ അതേ പ്ലെയിൻ വെച്ച് തന്നെ ഇങ്ങോട്ട് വാ. എടാ അപ്പോൾ ശരി. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ആ പ്ലെയിനിൽ തന്നെ ഒരു ഫോണുണ്ട്. ആ ഫോണിൽ നിന്ന് നമ്പർ അടിച്ചാൽ ഒരു പ്ലെയിൻ നിനക്ക് വരും. ഇല്ലെങ്കിൽ ഹെലികോപ്റ്റർ ആണെങ്കിൽ 800 അടിച്ചാൽ നിനക്ക് ആണെങ്കിൽ ഹെലികോപ്റ്റർ കിട്ടും. ഞാൻ വന്നൊന്ന് വഴിമാറിപ്പോയില്ലോ. ഇങ്ങോട്ട് വന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ എയർപോർട്ടിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വലിയ പ്ലെയിനാണ്, ചെറിയ പ്ലെയിനാണല്ലോ. അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അമ്മേ ഓക്കെ കയറട്ടെ. എനിക്കാണെങ്കിൽ സിറ്റിയിലോട്ട് വേഗം പോകാൻ വേണമല്ലോ. അവൻ പറഞ്ഞ ബിൽഡിങ് ഏതായിരുന്നു? കറക്റ്റ് ബിൽഡിങ്ങിൽ പോയി ലാൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഭാഗത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഇത് നമ്മളുടെ. അയ്യോ, സിറ്റ് വന്ന്. ആ ബിൽഡിങ് ഏതായിരുന്നു? തപ്പി പിടിക്കണമല്ലോ. ഇത് ഏറ്റവും മുന്നിൽ കാണുന്ന ബിൽഡിങ് തന്നെ. ചടിക്കോ മച്ചാനെ, ഇങ്ങോട്ട് തന്നെ. ദൈവമേ, ഞാനിപ്പോൾ ക്രാഷ് ലാൻഡ് ആയിരുന്നു. ആ പ്ലെയിനെ അവിടെ പോയി ക്രാഷ് ചെയ്ത്. ആ പ്ലെയിൻ എവിടെയോടെ പോയി? എവിടെയാ പോയത്? ഞാനാണെങ്കിൽ ചാടിക്കോ മച്ചാനെന്ന് പറഞ്ഞൊരു ഒറ്റ ചാട്ടം. ഇവിടെ കമ്പ്യൂട്ടർ സ്ക്രീൻ ഇവിടെ ഉണ്ട് ടൈപ്പിൽ. എല്ലാ സകല ഡീറ്റെയിൽസും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനാണെങ്കിൽ ഹെലികോപ്റ്റർ വലിച്ച് ബാക്ക് ടു ബാക്ക് സിറ്റിയിലോട്ട് പോട്ടെ. എൻ്റെ കൂട്ടുകാരൻ വിളിക്കണ്ടല്ലോ. ഈ കൂട്ടുകാരനല്ലേ കേട്ടോ, സോറി, എൻ്റെ അമ്മ വിളിക്കണ്ടല്ലോ. എന്താ? മോനെ, നീ എവിടെയാ? ഞാനാണെങ്കിൽ ഇവിടെ അത് പറഞ്ഞു അമ്മ എന്നെ ഒലക്കൊക്കെ എടുത്തിടിക്കും. എവിടെയാ മോനെ? കേൾക്കുന്നില്ലല്ലോ. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താ? റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ പണി സൈറ്റില്. വീട്ടില് ലഞ്ചിന് എന്താ വേണ്ടേ? മോൻ ലഞ്ച് കഴിക്കാൻ വരുമോ അതോ ലേറ്റ് ആവോ? ഡിന്നറിനെ ഉണ്ടാവുമല്ലോ. അമ്മേ, ഞാനിപ്പോൾ നമ്മളുടെ ഡിസ്ട്രിക്റ്റിലല്ല, ഞാൻ വേറെ ഡിസ്ട്രിക്റ്റിലാണ്.
നീ എപ്പോൾ പോയത് എന്നോട് പറഞ്ഞില്ലല്ലോ. എന്താണെങ്കിലും ഇന്ന് ഡിന്നറിന് ഹെലികോപ്റ്റർ പിടിച്ചിട്ടാണെങ്കിലും നീ വീട്ടിൽ വന്നേ പറ്റുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ള പൊറോട്ടയും ബീഫും ചിക്കൻ ബിരിയാണിയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ വരാതെ ഞാൻ ഉറങ്ങില്ല മോനെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ദൈവമേ, പോയില്ലെങ്കിൽ അമ്മ എന്നെ ഒലക്കൊക്കെ എടുത്തടിക്കും. അമ്മേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. അമ്മ എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല, എനിക്കിപ്പം വരാൻ പറ്റില്ല. ഞാൻ അടുത്ത വർഷം അടുത്ത മാസം എല്ലാം വരാം. പറ്റില്ല എൻ്റെ മകനെ, എനിക്ക് ഇന്ന് രാത്രി കാണണം. നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ റിച്ച് ആണല്ലോ, നിനക്ക് ഹെലികോപ്റ്റർ പിടിക്കാലോ അല്ലെ ഫ്ലൈറ്റ് പിടിക്കാലോ, പെട്ടെന്ന് വരാലോ. പിന്നെന്താ പ്രശ്നം? പക്ഷെ എൻ്റെ പൊന്നമ്മ, എൻ്റെ റിച്ച്നെസ് ഒക്കെ പോയി. എന്നെ പണി സൈറ്റിൽ നിന്ന് ഒഴിവാക്കി. ഞാനാണെങ്കിൽ ഇപ്പം എൻ്റെ കൂട്ടാൻ്റെ കൂടെ ഒരു മിഷനിൽ ഞാൻ കള്ളാ പറഞ്ഞേ. അമ്മയൊന്ന് വെച്ചിട്ട് പോവോ? ഗൈസ്, ഞാൻ കട്ട് ചെയ്തു. ദൈവമേ, ഹെലികോപ്റ്റർ അടിച്ചെങ്ങനെയെങ്കിലും പോട്ടെ. ഗമനഗുറായി ഫോളെ. ഹെലികോപ്റ്റർ വന്ന്. അമ്മീ, ഓക്കെ പൊക്കോ, പോടാ. എവിടെ പറക്ക്? ചേട്ടാ, ഇവനെന്താ പറക്കാത്ത? പറക്കടാ, പറക്കാൻ. ഈ ഹെലികോപ്റ്റർ എന്താ വരാത്ത? വേറെ ഹെലികോപ്റ്റർ വിളിക്കാം. അവൻ്റെ മാജിക് ഫോണിൽ വെച്ച് എന്തും ചെയ്യാലോ. അതുകൊണ്ട് ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പറക്കടാ, പറക്കടാ. എടാ, ഈ ഹെലികോപ്റ്റേഴ്സ് ഒന്നും എന്താ പറക്കാത്ത? 2 ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്, എന്താ പറക്കാത്ത? ജെറ്റ് പാക്ക് ഒഴിക്കാതെ നല്ലത്. ജെറ്റ് പാക്കിൻ്റെ ഏതാണ്? 320 വലുത് വിളിക്കാം. ഓക്കെ. ഓ, ജെറ്റ് പാക്കെങ്കിലും കിട്ടിയല്ലോ. ഓ, മോളിപ്പോ. എടാ പോടാ. ഇതെന്താണ്? നോക്കട്ടെ, ഇതൊന്ന് വർക്കാവാത്ത? ഞാൻ ഇതിനൊന്നുമില്ല. ഞാൻ താഴെ ചാടിയിട്ട് പ്ലെയിൻ വിളിച്ചു പോവാം. പ്ലെയിനിൻ്റെ ഒരു നമ്പറാവും പറഞ്ഞു തന്നിട്ട്. അയ്യോ, ഞാൻ മറന്നു പോയെന്ന് ഡൗട്ട്. മെഡിസിൻ കുത്തിവെച്ചോണ്ട് ഭാര്യത്തിന് മരിച്ചില്ല. ബാഗിൽ കഴിഞ്ഞ് വന്നു. നമുക്ക് നമ്മുടെ സിറ്റിയിലോട്ട് തിരിച്ചു പോകണം. എന്തേലും പോടാ. അയ്യോ, കണ്ണി കണ്ട കടലിൽ പോയി ഒഴുക്കല്ലേ. അവിടെ 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 അടിച്ച കുറച്ച് ദൂരം പോകണം. ഓക്കെ 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 ഓക്കെ, ഈസി ഈസി. ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി, ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി. യു ക്യാൻ ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി, ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി. അതാ എയർപോർട്ട് 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 എയർപോർട്ട്. മരപ്രാന്ത, മരപ്പൊട്ട. ഇവിടെയാണ് ക്രാഷ് ലാൻഡ് ചെയ്യല് പ്ലീസ് പ്ലീസ്. ആ, ബെസ്റ്റ്. ഞാനാണെങ്കിൽ പോട്ടെ. അയ്യോ, ഇതെന്തോന്നടേ. ക്രാഷ് ലാൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ക്രാഷ് ലാൻഡ് ചെയ്യും, ക്രാഷ് ലാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ക്രാഷ് ലാൻഡ് ചെയ്യും. ഇല്ല, ഇതെന്തോന്നടേ. ഓക്കെ, ഞാനാണെങ്കിൽ തിരിച്ച് ബാക്ക് ടു പോവാ വീട്ടിലോട്ട്. സോ ഓക്കെ. ആരാണ്ട് എന്നെ സ്പൈ ചെയ്യുന്ന പോലെ. തോന്നിയതായിരിക്കും, എനിക്ക് തോന്നിയതായിരിക്കും. ആരും എന്നെ സ്പൈ ചെയ്യുന്നില്ല. ബട്ട് ആരാണ്ടോ
നിരീക്ഷിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നതാണോ അല്ലേന്ന് എനിക്ക് അറിയില്ല. ആരാണ്ടൊന്ന് നിരീക്ഷിക്കുന്ന പോലെ തോന്നുന്നു. ആ അതാ ലേഡീൻ്റെ ഡ്രോൺസാ. ഈ ലേഡീനെ ഇന്ന് ഞാൻ കൊല്ലും. അടിച്ചോ ലേഡി. എന്താ ഈ ലേഡിക്കുന്ന നീക്കാത്ത? അതുപാട് ഡ്രോൺസ് കൊണ്ടുള്ള കളി ഇവർക്ക് അറിയുള്ളൂ. ഒരു കളി ഇവൾക്ക് അറിയില്ല, ഇവർക്ക് അറിയില്ല. ഞാൻ ഇടിച്ചൂല ഇവരെ. അല്ല പിന്നെ അയ്യോ നമുക്ക് പറഞ്ഞു ബട്ട് ഒരു സ്റ്റാർ വാണ്ടർ ലെവലായല്ലോ. ദൈവമേ വണ്ടി ചിരിച്ചോ. അയ്യോ അമ്മേ. അമ്മേ വണ്ടി, എൻ്റെ പൊന്നാര വണ്ടി. ഉമ്മോ അയ്യോ ദൈവമേ. അവിടെയുള്ള ഒരു ഡോണിന് മുള്ളി ഈ ഗിജി വരുത്തല്ലേ. ഞാൻ ഈഷി പുഷി വണ്ടി കയറടാ. വണ്ടി കയറ്. ദൈവമേ ഓടിപ്പോ. ചാടിക്കോ മച്ചാനെ. ഇതെന്തോന്നത്? അമ്മേ പോയി ഭാഗ്യത്തിന്. 5 സ്റ്റാർ വാണ്ടർ ലെവൽ ആവാത്തത് നന്നായി. ചടിക്കോ. ചടില്ല, ബ്രേക്ക് പിടിച്ചുകൊണ്ട് നിന്നു. സോ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടുന്ന് അവസാനിക്കുകയാണ്. സോ ഈ വീഡിയോ അങ്ങനെ മാസമൊന്നും ഇല്ലെങ്കിലും ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാൽ മതി. സോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രീവിയസ് എപ്പിസോഡ് കാണാണ്ട് ഇത് കണ്ട ഒരു കാര്യം മനസ്സിലാവില്ല. സോ അത് കാണാനുള്ള വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ ടൈറ്റിൽ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇറ്റ്സ് യുവർ കോക്കു സൈനിങ് ഔട്ട്.